നമസ്കാരം. സേതാഗിരിക്ക് മുന്നിൽ തങ്ങളുടെ സൈന്യത്തിൻ്റെ പകുതിയോളം പേർ മൃത്യുവരിച്ചു എന്ന വാർത്ത കേട്ടാണ് അടുത്ത പ്രഭാതത്തിൽ ദൃക്കാമതിപുരി ഉണർന്നത്. രാജാവ് ജയേന്ദ്രഥനോ മന്ത്രിമുഖ്യൻ ആര്യകേശനോ ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർക്ക് മാത്രമല്ല, ഈ വാർത്ത കേട്ട ആ കൊട്ടാരത്തിലെ ആർക്കും തന്നെ ഇത് വിശ്വസിക്കാനായില്ല. ആ നാട്ടിലെ ഓരോ പൗരന്മാരും ഒരു നടുക്കത്തോടെ മാത്രമാണ് ഈ വാർത്ത കേട്ടത്. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ആർക്കും ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. ജയേന്ദ്രഥൻ പെട്ടെന്ന് തന്നെ ഒരു അടിയന്തര യോഗം വിളിച്ചുകൂട്ടി. ഇതേ സമയത്താണ് ആര്യാക്ഷൻ സന്ദേശവുമായിട്ട് അയച്ച പരുന്ത് ജനാലയിലൂടെ പറന്നു വന്ന് ജയേന്ദ്രഥൻ്റെ കയ്യിലിരുന്നത്. അദ്ദേഹം ആ പരുന്തിൻ്റെ കാലിൽ ചേടി വെച്ചിരുന്ന ഒരു കുറിമാനം എടുത്ത് വായിച്ചു. അതിൽ പറഞ്ഞിരുന്നത് ഇപ്രകാരമാണ്: ഭാമിനി നദിയുടെ ഒഴുക്ക് കുറയ്ക്കണം, ജലനിരപ്പ് പരമാവധി താഴ്ത്തണം. ഭാമിനി നദിയുടെ പ്രധാന പോഷക നദികളെല്ലാം ഉത്ഭവിക്കുന്നത് നമ്മുടെ ദൃക്കാമതിപുരിയുടെ തെക്ക് കിഴക്കുള്ള മലനിരകളിൽ നിന്നാണ്. അവിടേക്ക് പരമാവധി ഭടന്മാരെ പല കൂട്ടങ്ങളായി വിടുക. അവർ ഈ പോഷക നദിയുടെ ഒഴുക്ക് കുറഞ്ഞ തുടക്ക ഭാഗം കണ്ടെത്തി അവിടെ അണക്കെട്ട് നിർമ്മിക്കുക. അങ്ങനെ പരമാവധി സമയത്തേക്ക് പരമാവധി ജലം തടഞ്ഞു വെക്കുക. ഇതോടെ ഭാമിനി നദിയിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയും. ഇത് ഒഴുക്കിനെയും കുറയ്ക്കാൻ സഹായിക്കും. എത്രയും വേഗം ഇതിനുള്ള നടപടികൾ ഉണ്ടാവണം. മാത്രമല്ല, എനിക്ക് ഒരു 10,000 പടയാളികളെ കൂടി വിട്ടു നൽകണം. വിജയം വരിച്ച് രാജകുമാരനെയും കൊണ്ട് മാത്രമേ ഞാൻ തിരികെ വരികയുള്ളൂ. ആ കുറിപ്പ് വായിച്ചതും രാജാവ് ജയേന്ദ്രഥൻ്റെ മുഖത്ത് വീണ്ടും ഒരു ചിരി വിടർന്നു. അദ്ദേഹത്തിന് ആര്യാക്ഷനിലുള്ള പ്രതീക്ഷ വീണ്ടും വർദ്ധിച്ചു. ഇപ്പോൾ ആര്യാക്ഷൻ എടുത്തിരിക്കുന്ന തീരുമാനം വളരെ ബുദ്ധിപരമായിട്ടുള്ളൊരു തീരുമാനമാണ്. ഈ പദ്ധതി ഫലം കണ്ടാൽ തീർച്ചയായിട്ടും ആര്യാക്ഷന് യുദ്ധം വിജയിക്കാൻ കഴിയും. എൻ്റെ മകനെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും മോചിപ്പിച്ച് ഇവിടെ തിരികെ കൊണ്ടുവരാനും സാധിക്കും. അങ്ങനെയാണെങ്കിൽ മന്ദാര പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും. എല്ലാവരും ഏറെ പ്രതീക്ഷയോടെയാണ് രാജാവിൻ്റെ വാക്കുകൾ കേട്ടു നിന്നത്. എന്നാൽ അപ്പോഴും മന്ദാരയുടെ ഉള്ളിൽ ഒരു ഭീതി ഉരുണ്ടുകൂടിക്കൊണ്ടേയിരുന്നു. താൻ വ്യാഖ്യാനിച്ച സ്വപ്നത്തിൽ എവിടെയോ എന്തോ പിഴവുണ്ട്. അത് അവളുടെ ഉള്ളിൽ ഇങ്ങനെ മന്ത്രിച്ചു കൊണ്ടേയിരുന്നു. എന്തോ തൻ്റെ സ്വപ്ന വ്യാഖ്യാനം പൂർത്തിയാവാത്തതുപോലെ അവൾക്ക് തോന്നി. തനിക്കിത് ആരോടും തുറന്നു പറയാനുള്ള നിർവാഹമില്ലല്ലോ. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പരിഭ്രാന്തിയിലാഴ്ന്നു.